ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേണു അനാമികയോട് പറയുക, നമ്മുടെ ഇവിടുത്തെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുവച്ച് നമുക്കെതിരെ പണിയാൻ വേണ്ടിയിട്ടാണ് നയനെ നവ്വിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇവിടെ നിൻ്റെ നിലനിൽപ്പ് സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെ ആകെ പുറത്താവും എന്നിങ്ങനെ പറഞ്ഞിട്ട് വേണു ചോദിക്കുക, ഇവിടെ പുറത്ത് എവിടെയെങ്കിലും ബാത്റൂം ഉണ്ടോ മേളെന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ദേ അവിടെ ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ ബാത്റൂം ഒന്ന് സന്ദർശിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. നേരെ പുറകെ രേവതിയും പോകുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ വയറിലിങ്ങനെ കൈവച്ചിട്ട് അനാമിക എന്തൊക്കെയുന്നുണ്ട്, മേടിച്ചുകൊണ്ട് വരുമ്പോൾ എന്തെങ്കിലും ഇച്ചിരി വീര്യം കുറഞ്ഞ സാധനം മേടിച്ചുകൊണ്ട് വന്നൂടെ, ഇതിന്നും മുഴുവൻ ബാത്റൂമിൽ ഇരിക്കണമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് അനാമിക ഓടുക കേട്ടോ ബാത്റൂമിലോട്ട്. അത് കാണിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശീനെയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോൾ ഈ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ആ കൊച്ചിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം പോലും നമുക്ക് തിരിച്ച് ചെയ്തു കൊടുക്കാനും പറ്റിയില്ല. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയനും അജയനും കൂടെ കയറി വരുക കേട്ടോ. അങ്ങനെ വന്ന് രണ്ടുപേരും മാലയിട്ട കാര്യം പറഞ്ഞിട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുവാണ് അച്ഛൻ്റെയും അമ്മയുടെയും. അത് കഴിയുമ്പോഴത്തേക്കും മൂർത്തി സാറ് പറയുന്നുണ്ട് ജയനോട്, വീട് വീതം വയ്ക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി രണ്ട് മരുമക്കളും സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല. ആകെ ഒന്നും വേണമെന്ന് പറയാതെ നമ്മളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന കണ്ടാൽ മതി എന്ന് പറഞ്ഞ ഒരാൾ നയനമോള. അപ്പോൾ നിൻ്റെ ഭാര്യയോട് പറഞ്ഞു മനസ്സിലാക്കണം ആ മരുമകളുടെ വില എന്താണെന്ന്. പ്രായമേറി വരുവാണ്, എനിക്കിപ്പം പഴയ ഗാംഭീര്യമൊന്നുമില്ല, പഴയതുപോലെ തലയെടുപ്പില്ലാത്തതുകൊണ്ട് ഒന്നും ആൾക്കാരോട് പറയാനും തോന്നാറില്ല. പക്ഷേ അവൾക്കും അതുപോലെ തന്നെ പ്രായം കൂടി വരുവാണ്. മരുമകൾ ആവശ്യമുള്ള സമയമാണ്, അത് നോക്കിയും കണ്ടും ജീവിക്കാൻ പറയണം. ഇപ്പം തന്നെ അവൾക്ക് ഒരുപാട് അഹങ്കാരം കൂടുതലാണ് എന്നൊക്കെ മൂർത്തി ജയനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട്, പ്രായം ഇത്ര ആയില്ല അച്ഛാ, ഇനി ഉപദേശിക്കാൻ പറ്റില്ലല്ലോ, അനുഭവത്തിൽ നിന്ന് പഠിക്കട്ടെ, എന്തായാലും ഞാൻ പറയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും അനുഗ്രഹം മേടിച്ച് മുറിയിൽ നിന്ന് പോവുക കേട്ടോ. പിന്നെ കാണിക്കുന്ന അനാമികേനെയാണ്. അനാമിക ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും ജാനകിയും ദേവയാനിയും കൂടെ ഇങ്ങ് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, താഴെമോളുടെ അച്ഛനെയും അമ്മയും കണ്ടു, അവരെല്ലാ കാര്യവും പറഞ്ഞു. എന്താ മോളെ ശരിക്കും ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴേക്കും അനാമിക കള്ളക്കരച്ചിൽ തുടങ്ങിയിട്ട് പറയുകയാണ്, ആ നവിയില്ലേ, അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവളാ പായസത്തിൽ മായം ചേർത്തതെന്ന്. അച്ഛനും അമ്മയും എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് താഴെ ഇരിക്കുന്നത്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഓരോ ദിവസത്തെ ജീവിതം കാണുമ്പം പോണോ വേണ്ടോ എന്ന് മനസ്സിലാവാതെയാണ് ഞാൻ നിൽക്കുന്നത് അമ്മായി എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആഹാ അവൾ അത്രയ്ക്കായോ, എങ്കിലും ഇതൊന്ന് ചോദ്യം ചെയ്തിട്ട് തന്നെ ഉള്ളൂ, നീ വാ ജാനകി എന്ന് പറഞ്ഞ് ജാനകിനെയും വിളിച്ച് കലി തുള്ളി അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. ഇതൊക്കെ കണ്ട് അനാമിക നല്ല ചിരിച്ച് രസിച്ച് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുകൂടെ നേരെ ചെന്ന് കയറുന്നത് നവിയുടെ മുറിയിലോട്ടാട്ടോ. അപ്പം നവിയോട് ചോദിക്കുന്നുണ്ട്, എടി നീ എന്താ കാണിച്ചത്, അനാമിക മോള് കുടിക്കുന്ന പായസത്തിൽ അവരുടെ വീട്ടുകാരെയും മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലേടി നീ മായം കലർത്തിയ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുന്ന നവ്യ ഒന്നും അറിയാത്ത പോലെ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുക, മായം കലർത്തിയോ, ഞാൻ കലർത്തിയെന്ന് ആര് പറഞ്ഞു, എനിക്കെങ്ങും അറിയാൻ പാടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേട്ടോണ്ട് അനാമിക അങ്ങ് വരുവാണ്. എന്നിട്ട് പറയുകയാണ്, എടി പെരുങ്കള്ളി, നീയല്ലേ അവിടെ അച്ഛനോട് പറഞ്ഞേ നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് നവ്യ ഇങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുക, ആഹാ അത് കൊള്ളാലോ, ആരെങ്കിലും ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ അമ്മായി, അവരിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുമോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്കൊരു ഉത്തരവില്ല, മിണ്ടാതെ നിൽക്കുവാണ്. അതേസമയത്ത് ജാനകി പറയുന്നുണ്ട്, നീയും നിൻ്റെ അനിയത്തിയും ഇതല്ല ഇതിനപ്പുറം ചെയ്യും, എൻ്റെ മരുമോളെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് വേണ്ടോ നിൻ്റെയൊക്കെ അനിയത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെയൊക്കെ നല്ല സംശയമുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നവ്യവരാണ്, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുക, അല്ലാതെ ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്തിട്ടുള്ളത് കാര്യം എനിക്ക് സമ്മതിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയ്ക്ക് അടി കിട്ടിയ പോലെ ആവാണ്. അനാമികേനേക്കാളും വലിയ ആക്ടിങ്ങാണ് നവ്യ അവിടെ നടത്തുന്നത്. അത് കഴിയുമ്പോഴേക്കും ഇത് കേട്ട് ദേഷ്യം വന്ന അനാമികരാണ്, ഈ പുറമ്പോക്കളോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവയാനിയും പറയുക, അത് നേരെ മോളെ എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, പുറമ്പോക്കാന്ന് നിങ്ങൾക്ക് എവിടെ പറയാൻ പറ്റും, വല്ല കോടതിയിലും പോയി പറയാൻ പറ്റുമോ, എൻ്റെ വയറ്റിൽ കിടക്കുന്ന അബിയുടെ കുഞ്ഞാണ്, ഞങ്ങളിവിടെ വെറുതെ കെട്ടിക്കയറി വന്നേക്കുന്നൊന്നും അല്ല എന്ന് പറയുക കേട്ടോ. അപ്പം ജാനകി കളിയാക്കി നവ്യയോട് ചോദിക്കുന്നുണ്ട്, അത് അബി പോലും സമ്മതിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പം നവ്യ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. നവ്യ പറയാണ്, എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം അറിയാൻ പാടില്ല എന്ന് തന്നെ പറയും, ഞാനല്ല ചെയ്തേക്കുന്നത്, പിന്നെ ഞങ്ങളെ കള്ളി വലിഞ്ഞു കയറി വന്നു എന്നൊന്നും പറയണ്ട, ഇവക്കാണല്ലോ അമ്മായി മാല കൊടുത്തേ, ആ മാല എവിടെ, ഇവളുടെ അച്ഛനും അമ്മയും വന്നപ്പോഴാണ് അത് കാണാതെ പോയത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആ വിഷയം വിട്ടേക്ക്, ഞാൻ ആ കേസ് പിൻവലിച്ചതാണ്,
എന്ന് പറയുമ്പോഴേക്കും നവ്യ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. നവ്യ പറയുകയാണ്, എന്തിനാ പിൻവലിച്ചത്? അതവിടെ നിലനിർത്തിയിരുന്നെങ്കിൽ പോലീസ് ശരിക്കുള്ള പ്രതികളെ കണ്ടുപിടിക്കുമായിരുന്നല്ലോ, പിന്നെ എന്തിനു പിൻവലിച്ചു എന്ന് ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കും അനാമിക കൂടെ പണി പാളിയോ എന്നോർത്തിങ്ങനെ പേടിച്ച് കുറച്ച് നിൽക്കുവാണ്. ദേവയാനിയോട് എന്നിട്ട് തറപ്പിച്ച് പറയും കേട്ടോ നവ്യ, എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഇവരുടെ ഒച്ചയും ബഹളവും കേട്ട് ആ വഴിക്ക് പോയ ജയൻ അങ്ങ് വരുവാണ്. എന്നിട്ട് ജയൻ പറയുകയാണ്, ഇത് അയ്യപ്പന്മാർ മാലയിട്ട് നിൽക്കുന്നൊരു വീടാണ്, ഇവിടെ ഇത്ര ഒച്ചയും ബഹളവും ഒന്നും പാടില്ല, എല്ലാവരും അതൊന്ന് മനസ്സിലാക്കിയും കണ്ടും ചെയ്താൽ കൊള്ളാം. അപ്പോഴേക്കും ദേവേനി പറയാം, മോളുടെ അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞില്ലേ ജയേട്ടാ എന്ന് ചോദിക്കുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, പറഞ്ഞു, പക്ഷേ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ഈ വീട്ടിലുള്ള എല്ലാവരും പായസം കുടിച്ചാണ്, അച്ഛനും അമ്മയും സഹിതം, അവർക്ക് ആർക്കും കുഴപ്പമില്ല. അപ്പോൾ ഇതിനിപ്പോൾ വലിച്ചു നീട്ടി വലിയ വിഷയമാക്കണ്ട, എല്ലാവരും പോകാൻ നോക്ക്, അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, പിന്നെ ഞങ്ങളൊക്കെ സ്വാമിമാരാ എന്ന് പറയുമ്പോഴേക്കും ഇതൊന്നും ഇഷ്ടപ്പെടാതെ ജാനകിയും ദേവയാനി അനാമികയും കൂടെ അങ്ങ് പോവാട്ടോ. അത് കഴിയുമ്പം ജയൻ നവ്യയോട് പറയുന്നുണ്ട്, മോളെ എല്ലാം നോക്കിയും കണ്ടു മോള് പെരുമാറണം എന്ന് പറയുമ്പോഴേക്കും നവ്യ ശരി അമ്മാവ എന്നൊക്കെ പറയുക കേട്ടോ. അത് കഴിയുമ്പോൾ നവ്യ ഇതെല്ലാം ഓർത്ത് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ആദർശിനെയാണ് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, അമ്മയോടുള്ള ചെറിയ ദേഷ്യം കൊണ്ടാണ് ഞാൻ കീഴ്ക്കാവിൽ പോയി മാല ഇട്ടതെന്നൊക്കെ നയനെ വിളിച്ച് പറയുവാണ്. അപ്പം നയന പറയാണ്, അമ്മമാരോടൊന്നും ദേഷ്യപ്പെടരുത്, സാരമില്ല, 41 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, പോയിട്ട് വന്നു കഴിയുമ്പം നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ പോകാമല്ലോ എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ്, ദേഷ്യമല്ല, ചെറിയൊരു നിരാശ, അമ്മയെ സ്നേഹിക്കുന്ന എനിക്ക് എന്തായാലും അമ്മയോട് ദേഷ്യപ്പെടാൻ പറ്റില്ല എന്ന് എനിക്കറിയാമല്ലോ, എങ്കിലും ഒരു നിരാശയുണ്ടായിരുന്നു. ഭഗവാന്റെ മുമ്പിൽ മാല ഇടാൻ ചെന്ന് നിന്നപ്പോഴും എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ഭഗവാനോട് ചോദിച്ചാൽ ഞാൻ നിന്നത്, അതുള്ള സത്യമാ എന്നിങ്ങനെ പറയുക കേട്ടോ. കഴിയുമ്പോൾ നയന പറയുന്നുണ്ട്, സാരമില്ല, പെട്ടെന്ന് വീട്ടിലോട്ട് വാ, എന്തായാലും ഇനിയിപ്പം കഞ്ഞിയൊക്കെ കുടിക്കാം എന്നിങ്ങനെ പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ കീഴ്ക്കാവിൽ മാല ഇട്ടാൻ പോയപ്പോൾ അമ്മ അങ്ങ് വന്നിരുന്നു, അമ്മ ചോദിച്ചായിരുന്നു എന്നോടുള്ള വാശിക്കാണോ മാല ഇടുന്നതെന്നൊക്കെ ചോദിച്ചു. അതുമാത്രമല്ല അമ്മയ്ക്ക് അവിടെ വെച്ചൊരു തലചുറ്റലുണ്ടായിരുന്നു, അത് ഞാൻ പ്രാഗിയതാണോ എന്ന് അമ്മ ചോദിച്ചു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോഴേക്കും നയന, അയ്യോ എന്നിട്ട് അമ്മയ്ക്ക് ഇപ്പോൾ ശരിയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ ഗോവിന്ദനും നന്ദവും കൂടി ഇങ്ങനെ ഇരുന്ന് വിഗ്രഹങ്ങളുടെ ഓരോ പണിയാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, മോള് നയനെ വിളിച്ചായിരുന്നോ, അവരെവിടെ എത്തിയെന്നറിയുമോ എന്നൊക്കെ ചോദിച്ചപ്പം നന്ദു പറയാം, ഞാൻ വിളിച്ചില്ല അച്ഛാ, അവരടിച്ചു വിളിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും കനക അങ്ങ് കയറി വരുന്നതാണോ കേട്ടോ. അപ്പോൾ തന്നെ നന്ദു പറയുന്നുണ്ട്, എന്ത് പറ്റി അച്ഛാ, അമ്മയുടെ മുഖത്തൊരു വിഷമം എന്ന് പറയുമ്പോൾ രണ്ടുപേരോട് എഴുന്നേറ്റ് നിൽക്കും കേട്ടോ. അപ്പോഴേക്കും കനക പറയുന്നുണ്ട്, ഇന്ന് ക്ഷേത്രത്തിൽ പോയപ്പം മാല ഇടാൻ അനന്തപുരിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും, ആ കൂടെ ആദർശം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദനും നന്ദുവും ഞെട്ടിപ്പോവാ കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, ആദർശം ഇപ്പം ഹണിമൂണിന് പോയില്ലെന്ന് ചോദിക്കുമ്പോൾ കനക പറയുക, ദേവയാനിക്ക് അങ്ങനെ എന്തോ നേർച്ച ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്, പാവം എൻ്റെ മോള്, ഞാൻ അവളെ വിളിച്ചില്ല, നമ്മളോട് വിളിച്ച് കഴിയുമ്പോൾ ഇനി അവൾക്ക് കൂടുതൽ വിഷമമാവും എന്നിങ്ങനെ പറയും കേട്ടോ. അത് കഴിയുമ്പോൾ കനകയ്ക്ക് ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, സാരമില്ല, അയ്യപ്പസ്വാമിയുടെ കാര്യമല്ലേ, എന്തായാലും മാലയ്ക്ക് പോയിട്ട് വരട്ടെ, ഇപ്പം തന്നെ ആദർശന് ഒരുപാട് മാറ്റമുണ്ട്, മനസ്സുകൊണ്ട് അവർ ഒരുപാട് അടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും നന്ദു പറയുന്നുണ്ട്, എന്ന് വെച്ച് മക്കളോട് സ്നേഹമുണ്ടെന്ന് വെച്ച് ഇങ്ങനെയാണോ ഓരോ അമ്മായിമ്മയും കാണിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് നന്ദുവിൻ്റെ പ്രതിഷേധം പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന ദേവയാനീനെയാണ്. ദേവയാനി നയനോട് വന്നിട്ട് പറയുകയാണ്, നിൻ്റെ സാധനമൊക്കെ എടുത്ത് നീ മുറിയിൽ നിന്ന് മാറണം എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, മാറിക്കോളാം അമ്മേ എന്ന് പറയുമ്പോൾ ദേവയാനി കളിയാക്കി പറയുക, മാറുന്നൊക്കെ കൊള്ളാം, രാത്രി ഇവിടെ വന്ന് കയറിയേക്കരുത്, ഒളിച്ചും പാത്തും. അപ്പോഴേക്കും നയന പറയുകയാണ്, എനിക്കെന്താ അമ്മ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്, എനിക്കും കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കിയും കണ്ടും ചെയ്തോളാം എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് നയന അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ദേവയാനി ചോദിക്കുക, സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം ഏതാണെന്ന് നിനക്കറിയാവോ? അപ്പം നയന പറയുന്നുണ്ട്, ആറ്റുകാൽ ക്ഷേത്രമല്ലേ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ അവിടെ പോയിട്ടുണ്ടോ, എത്ര ദിവസം വ്രതം എടുത്താൽ പോകാമെന്ന് ചോദിക്കുമ്പോൾ നയന പറയാറുണ്ട്, ഒരു 10 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് പോയിട്ടുള്ള അമ്മയെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ദേവയാനി പറയാണ്, വ്രതമൊക്കെ എടുത്ത് പോകേണ്ട സമയം പൊങ്കാലയൊക്കെ ആവുന്നതല്ലേ ഉള്ളൂ, വേണ്ടി വരും എന്നിങ്ങനെ പറയുക കേട്ടോ. അത് കഴിയുമ്പോൾ നയനിങ്ങനെ ദേവയാനീനെ ഒന്ന് സംശയിച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് പോവാണ്. നയന് പോയി കഴിയുമ്പോൾ ദേവയാനി ഇങ്ങനെ തലവേദന എടുത്തിട്ട് തലയെ വീണ്ടും പിടിച്ചിട്ട് ചിന്തിക്കുവാണ്, ഇവള് പ്രാകുന്നതാണോ, എന്തൊരു തലവേദന എന്നോർത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് അയ്യപ്പന്മാർക്കെല്ലാം കൂടെ നയനെ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയും ജാനകിയും കൂടെ അങ്ങ് വരും കേട്ടോ. അതിന് രേവതി ഇങ്ങനെ കളിയാക്കി പറയുക, ഇവളുണ്ടാക്കുന്നെങ്കിൽ അതൊന്ന്
എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ അവസ്ഥ എന്താവും എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നയന ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. നയന പറയാം, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെയൊക്കെ ടേസ്റ്റ് എനിക്കറിയാം, ആരും ടെസ്റ്റ് ചെയ്യണ്ട. പിന്നെ എന്നെ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ആരും ഞാൻ ഉണ്ടാക്കിയത് കഴിക്കാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കയറി പെരുമാറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ഒരു അടി കിട്ടിയതുപോലെ ആവുകയാണ്. ജാനകിക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. അതിന് ജാനകി പറയുന്നുണ്ട്, നീ കൂടുതൽ ആളാവാനൊന്നും നോക്കണ്ട. എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് നിൻ്റെ അനിയത്തിനെ ഇവിടെ കയറ്റാനുള്ള പരിപാടികളല്ലേ നീ നിൻ്റെ ചേച്ചിയും കൂടെ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം നയന മുഖത്തടിച്ച പോലെ പറയുകയാണ്, ഞാൻ ചെയ്യാത്ത കാര്യം എനിക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്നോട് വഴക്കിന് വരാതെ പോയാൽ എനിക്ക് എൻ്റെ പണി തീർത്തിട്ട് പോകാമായിരുന്നു എന്ന് പറയും കേട്ടോ. ഇത് കേട്ടിട്ട് ജാനകിയും രേവതിയും കൂടെ അവിടെ നിന്ന് പയ്യെ മാറി നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ ജാനകി രേവതിയോട് പറയാണ്, നീ അടങ്ങ് രേവതി, സാരമില്ല, വിട്ടേക്ക്. ഇവക്കുള്ളത് ഏടത്തി തന്നെ കൊടുത്തോളൂ, വലിയ താമസിക്കാതെ ഏടത്തി തന്നെ ഈ വീട്ടിൽ നിന്ന് ഇവളെ പുറത്താക്കിക്കോളും എന്നിങ്ങനെ മാറി നിന്ന് പയ്യെ പറയും കേട്ടോ. ഇവരിങ്ങനെ ഈ സംസാരിക്കുന്നത് കേട്ട് ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നോക്കുന്ന നയനനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.